ഹരേ കൃഷ്ണ. ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ഭക്തരാണ് പ്രതിദിനം എത്തുന്നത്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നേടാൻ ഒട്ടനവധി വഴിപാടുകളൊക്കെ നമ്മളെല്ലാവരും ചെയ്യാറുണ്ട്. എന്നാൽ ഗുരുവായൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും വലിയ ഫലസിദ്ധിയുമുള്ളതായിട്ടുള്ളൊരു വഴിപാടാണ് അഹസ് വഴിപാട്. എന്താണ് അഹസ് വഴിപാട്? പഠിച്ചൊക്കെ ഇറങ്ങി എത്രയൊക്കെ കഷ്ടപ്പെട്ട് നിന്നിട്ടും ഒരു ജോലിയും ശരിയാകുന്നില്ലേ? ഓരോ ഇൻ്റർവ്യൂ കഴിയുമ്പോഴും വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ടും തടസ്സങ്ങൾ മാത്രമാണോ ഫലം? എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് കാര്യങ്ങൾ നടക്കാത്തതെന്ന് ഓർത്ത് മനസ്സ് തളർന്നിരിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലേ? എങ്കിൽ ആ സങ്കടമെല്ലാം നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തൊഴിൽ തടസ്സങ്ങൾ മാറി ആഗ്രഹിച്ച ജോലി ലഭിക്കാനും ജീവിതത്തിൽ കാര്യവിജയം ഉണ്ടാകാനും സഹായിക്കുന്ന ഒരു ദിവസം മുഴുവൻ ഭഗവാന്റെ മുൻ സന്നിധിയിൽ സമർപ്പിക്കുന്ന അഹസ് എന്ന പ്രത്യേക വഴിപാടിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എന്താണ് ഈ വഴിപാട്? എങ്ങനെ ചെയ്യണം? ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ. പുതിയതായിട്ട് ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്കും തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിൽ വലിയ തടസ്സങ്ങൾ നേരിടുന്നവർക്കൊക്കെ മനസ്സറിഞ്ഞ് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയൊരു വഴിപാടാണ് ഗുരുവായൂരപ്പൻ്റെ അഹസ് വഴിപാട്. ഇവിടെ പലരുടെയും സംശയം ഈ വഴിപാട് ജോലി കിട്ടുന്നതിന് മുൻപ് ചെയ്യണോ അതോ ജോലി കിട്ടിയ ശേഷമാണോ എന്നതൊക്കെയാണ്. നിങ്ങൾ സാമ്പത്തികമായി നിലവിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജോലി കിട്ടുന്നതിന് മുൻപ് തന്നെ ബുക്ക് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ വിഷമിക്കേണ്ടതില്ല. ഭഗവാന്റെ തിരുനടയിൽ ചെന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക. എൻ്റെ പൊന്നു ഗുരുവായൂരപ്പ, എനിക്ക് നല്ലൊരു ജോലി നേടിത്തരണമേ. ജോലി കിട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ആദ്യ ശമ്പളത്തിൽ നിന്ന് ഭഗവാന് അഹസ് വഴിപാട് കഴിച്ചോളാം എന്ന് പ്രാർത്ഥിക്കണം. ഇങ്ങനെ പ്രാർത്ഥിച്ച ശേഷം തിരികെ വരാം. എന്നാൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഈ വഴിപാട് ഭഗവാന് സമർപ്പിക്കാൻ ഒരു കാരണവശാലും മറന്നു പോകരുത്. ഇനി എന്താണ് അഹസ് വഴിപാട് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം കേട്ടോ. അഹസ് എന്നാൽ ഒരു പകൽ എന്നാണ് അർത്ഥം. അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ രാവിലെ 3 മണിക്ക് ആരംഭിക്കുന്ന നിർമ്മാല ദർശനം തുടങ്ങി ഉഷപൂജ, ഉച്ചപൂജ, ദീപാരാധന, രാത്രി അത്താഴ പൂജ വരെയുള്ള ആ ഒരു ദിവസത്തെ മുഴുവൻ പൂജകളും നിവേദ്യങ്ങളും വഴിപാടുകാരൻ്റെ പേരിൽ ഭഗവാൻ സമർപ്പിക്കുന്നതാണ് ഈ വഴിപാട്. ലക്ഷക്കണക്കിന് രൂപ ചെലവുള്ളതും വർഷങ്ങളോളം കാത്തിരിക്കേണ്ടതുമായിട്ടുള്ള ഉദയാസ്തമന പൂജ ചെയ്യാൻ സാധിക്കാത്ത സാധാരണക്കാരായ ഭക്തർക്ക് അതേപോലെ ഒരു ദിവസം മുഴുവൻ ഭഗവാന്റെ തിരുമുമ്പിൽ പൂജകൾ നടത്താൻ സാധിക്കുന്ന ഏറ്റവും മികച്ച വഴിയാണ് ഈ അഹസ് വഴിപാട്. ഈ വഴിപാട് നിങ്ങളുടെ സ്വന്തം പേരിലോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ പേരിലോ എല്ലാവരുടെയും പേരും നാളും നൽകിയോ കഴിക്കാവുന്നതാണ്. ജന്മനക്ഷത്രം ദിവസം അതല്ലെങ്കിൽ പിറന്നാൾ ദിവസം, വിവാഹ വാർഷിക ദിനത്തിലൊക്കെ നടത്തുന്നത് നല്ലതാണ്. വളരെ വിശേഷപ്പെട്ടതായി കണക്കാക്കപ്പെടുന്ന ഒന്നാണിത്. അഹസ് നടത്തുന്ന ദിവസം ക്ഷേത്രത്തിൽ താമസിച്ച് എല്ലാ പൂജകളും തൊഴുത് പ്രസാദങ്ങൾ വാങ്ങി കഴിക്കുന്നത് വലിയൊരു ആത്മീയ സന്തോഷവും സമാധാനവും നൽകും. മറ്റ് സാധാരണ വഴിപാടുകളെ അപേക്ഷിച്ച് കൂടുതൽ അളവിലാണ് അഹസിൻ്റെ പ്രസാദം ലഭിക്കുന്നത്. മലർ നിവേദ്യം, വെണ്ണ, നെയ്പായസം, പാൽപ്പായസം, തിരുമുടിമാല, കളഭം, ആടിയ എണ്ണ, ത്രിമധുരം, പഴം, പഞ്ചസാര എന്നിവയ്ക്ക് പുറമെ അത്താഴ പൂജയ്ക്ക് ശേഷമുള്ള പ്രത്യേക അടയും അപ്പവും വരെ പ്രസാദമായിട്ട് നമുക്ക് ലഭിക്കും. ഇത് കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും വിതരണം ചെയ്യുന്നത് നല്ലതാണ്. ഇനി ഇതെങ്ങനെ നമുക്ക് ബുക്ക് ചെയ്യാമെന്ന് നോക്കാം. നിലവിൽ അഹസ് വഴിപാടിന് 3000 രൂപയാണ് നിരക്ക് വരുന്നത്. വഴിപാട് നടത്തുന്നതിന് തലേ ദിവസമെങ്കിലും നമ്മൾ ഗുരുവായൂരത്തിലെത്തി ഇത് ബുക്ക് ചെയ്യണം. ഇനി ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഭക്തരാണെങ്കിൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഗുരുവായൂർ ദേവസ്വം .in വഴി നമുക്ക് ഓൺലൈനായിട്ട് ലോഗിൻ ചെയ്ത് ഈ തീയതി ലഭ്യമാണോ എന്ന് പരിശോധിച്ച് മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ്. ക്ഷേത്രത്തിലെ തുകയിലും നിബന്ധനകളിലും മാറ്റം വരാൻ സാധ്യതയുള്ളതിനാൽ പോകുന്നതിന് മുൻപ് ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നത് നന്നായിരിക്കും. അവസാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വഴിപാട് എന്നത് ഭഗവാന് നടത്തുന്ന ഒരു ബിസിനസ് പോലെയുള്ള കാര്യമാകരുത്. വലിയ വഴിപാടുകൾ നടത്തിയാൽ മാത്രമേ കാര്യങ്ങൾ നടത്തിത്തരുമെന്ന് ഭഗവാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ആത്മാർത്ഥതയോടെ ഭക്തിയോടെ നമ്മൾ കണ്ണീരോടെ സമർപ്പിക്കുന്ന ഒരു തുളസിയിലയും ഒരു പൂമാലയോ ആണെങ്കിൽ പോലും ഗുരുവായൂരപ്പൻ അത് സന്തോഷത്തോടെ സ്വീകരിക്കും. അവിടെ ശുദ്ധമായ ഭക്തിയാണ് അവിടെ പ്രാധാന്യം. ഗുരുവായൂരപ്പന് അഹസ് വഴി സമർപ്പിക്കുന്നതിലൂടെ എന്തൊക്കെ ഫലങ്ങളാണ് ഭക്തന് ലഭിക്കുന്നതെന്ന് നമുക്ക് പറയാം കേട്ടോ. അതായത് ആദ്യം നമുക്ക് പറയുന്നത് തൊഴിൽ തടസ്സങ്ങൾ മാറാനാണ് കേട്ടോ. കഠിനമായി ശ്രമിച്ചിട്ടും ജോലി ലഭിക്കാത്തവർക്കൊക്കെ ജോലിയിൽ പ്രൊമോഷനോ തടസ്സങ്ങളോ നേരിടുന്നവർക്കൊക്കെ അഹസ് വഴിപാട് ഏറെ ഫലപ്രദമാണ്. അതുപോലെ ദാരിദ്ര്യ ശമനം, ഐശ്വര്യമൊക്കെ, കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി സമ്പദ് സമൃദ്ധിയും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകാനും നല്ലതാണ്. വിട്ടുമാറാത്ത രോഗങ്ങളിൽ നിന്നുള്ള മോചനത്തിനും മനസ്സമാധാനത്തിനും അഹസ് സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ്. ഒരു ദിവസത്തെ മുഴുവൻ പൂജകളുടെയും പുണ്യം ലഭിക്കുന്നതിൻ്റെ ഭക്തൻ്റെ ന്യായമായിട്ട് എല്ലാ ആഗ്രഹങ്ങളും സഫലമാകുമെന്നാണ് പറയുന്നത്.
അതായത് പ്രസാദങ്ങൾ നമ്മൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കാനുണ്ട്. അഹസ് വഴിപാട് കഴിക്കുന്ന ഭക്തർക്ക് ധാരാളം ദിവ്യപ്രസാദങ്ങൾ ലഭിക്കും. അപ്പം, അട, പാൽപ്പായസം നേരത്തെ പറഞ്ഞോണം. അത് രാത്രിയിൽ പൂജകൾക്ക് ശേഷമാണ് നമുക്ക് അപ്പം, അട മുതലായവ പ്രസാദങ്ങൾ ഭക്തർക്ക് പൂർണ്ണമായിട്ട് ലഭിക്കുക. നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വേണം അഹസ് വഴിപാട് നടത്തുവാൻ. ഗുരുവായൂരപ്പൻ്റെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള വഴിപാടുകൾ, അമ്പലത്തിൽ പല രീതിയിലുള്ള വഴിപാടുകളുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പോകും വെറും കൈയോടെ പോകാതെ ഭഗവാൻ എന്തെങ്കിലും പഴമോ അല്ലെങ്കിൽ കദളിപ്പഴം ഭഗവാന് ഏറ്റവും ഇഷ്ടമാണ്. കദളിപ്പഴമോ അല്ലെങ്കിൽ കുറച്ച് താമരപ്പൂവോ തുളസിമാലയൊക്കെ എടുത്ത് നമുക്ക് ഭഗവാന്റെ നടക്കി വെക്കാവുന്നതാണ്. വെറും കൈയോടെ പോകാതെ ചെറിയ ചെറിയ വഴിപാടുകൾ ചെയ്താലും ഭഗവാൻ ഏറെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ അഹസ് വഴിപാടിനെ കുറിച്ചിട്ടാണ് ഞാനിന്ന് പറഞ്ഞത്. പറ്റുമെന്നുള്ളവർക്ക് നിങ്ങൾക്ക് കഴിക്കാം. ഏറ്റവും നല്ലൊരു വഴിപാടാണ് അഹസ് വഴിപാട്. അവസാനമായിട്ട് ഒരു കാര്യം മാത്രം ഓർപ്പിക്കുകയാണ്. വഴിപാട് എന്നത് ഭഗവാനോട് നടത്തുന്ന ഒരു ബിസിനസ് പോലെയുള്ള കാര്യമാകരുത്. വലിയ വഴിപാടുകൾ നടത്തിയാൽ മാത്രമേ കാര്യങ്ങൾ നടത്തി തരൂ എന്ന് ഭഗവാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ആത്മാർത്ഥതയോടെ ഭക്തിയോടെ നമ്മൾ കണ്ണീരോടെ സമർപ്പിക്കുന്ന ഒരു തുളസിയിലയോ ഒരു പൂമാലയോ ആണെങ്കിൽ പോലും ഗുരുവായൂരപ്പൻ അത് സന്തോഷത്തോടെ സ്വീകരിക്കും. നമ്മുടെ ശുദ്ധമായിട്ടുള്ള ഭക്തിയാണ് അവിടെ പ്രാധാന്യം. നിങ്ങളെല്ലാവരുടെയും മനസ്സിലുള്ള ആഗ്രഹങ്ങളും തൊഴിൽ തടസ്സങ്ങളും മാറി തന്ന് നല്ലൊരു ജോലി ലഭിക്കാൻ നമ്മുടെ ഉണ്ണിക്കണ്ണനോട് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മാത്രം നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നമ്മുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടോ. സർവം കൃഷ്ണാർപ്പണമസ്തു. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം.